ഈ ഡയറ്റ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എപ്പോഴും ഒരേപോലെ ചിക്കൻ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു മടുപ്പുണ്ടാകും. ഇടയ്ക്കൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. ഈ ബ്രസ്റ്റ് പീസ് നല്ല സ്ലൈസ് ആയിട്ട് അരിയാം. അതായത് വലുതായിട്ട് സ്ലൈസ് ആവണ്ട, കുറച്ചൊരു കട്ടിയുള്ള രീതിയിലൊന്ന് സ്ലൈസായിട്ട് അരിയുക. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മല്ലിയിലയും പുതിനയിലയും പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് തൈരാണ്. തൈര് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ആ എരിവുണ്ടെങ്കിൽ അതിനത് ബാലൻസ് ചെയ്യാൻ തൈര് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തൊരു പേസ്റ്റാണ് ഇത്. ചിക്കൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസും പിന്നീട് അരച്ച് വെച്ച പേസ്റ്റും ചിക്കനും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നമ്മളിനി ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലി പാത്രത്തിലാണ്. ഇഡലി പാത്രത്തിൽ ആവിയിലാണ്. ശേഷം ഈ ചിക്കൻ ഈ ഇഡലി പാത്രത്തിൽ നിറച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് മതി. 20 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് റെഡി ആയി കിട്ടും. ആവി വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ മൂടി തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. അത്യാവശ്യം ജ്യൂസി ആയിട്ടും ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞതുമായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. നമുക്ക് ചിക്കൻ മാത്രമായിട്ടും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും ഇത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.